ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഒരു വർക്കുള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി എഴുന്നേറ്റപ്പം 6 മണിയൊക്കെ പിന്നെ ഒരു എൻഗേജ്മെൻറ്റ് വർക്കുണ്ട്. വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, നോക്കാം, ട്രൈ ചെയ്യാം. സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഏകദേശം 6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. അപ്പം ഞാൻ റെഡി ആവട്ടെ. അപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ചോ, ഞാൻ ഒന്നുകൂടെ റീചെക്ക് ചെയ്യുമോ. അത് എല്ലാം എടുത്തു വെച്ചാൽ എനിക്കൊരു ഡൗട്ട്, അയ്യോ അതെടുത്ത് വെച്ചോ ഇതെടുത്ത് വെച്ചോ എന്ന്. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ വീണ്ടും ഇറങ്ങാൻ നേരത്ത് ഒന്നുകൂടെ ചെക്ക് ചെയ്യും. അപ്പം യൂഷ്വലി ഞാൻ കൊണ്ടുപോകുന്നത് കുറച്ചുകൂടെ വലിയ സ്യൂട്ട് കേസാണ്. അപ്പം ഇതൊന്നാമത് എൻഗേജ്മെൻറ്റ് വർക്കുമാണ്, അതുകൊണ്ട് കൂടെ എനിക്ക് ഒത്തിരി ലഗേജും പൊക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മയാണ് ലഗേജ് എടുക്കുന്നത്, എന്നാലും ഒത്തിരി ലഗേജായ മറ്റേ യൂഷ്വലി ഞങ്ങൾ രണ്ടുപേരുടെ ലഗേജ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അധികം വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു സൂട്ട് കേസിലോട്ടാക്കി. അപ്പോൾ ഒന്നുകൂടെ എനിക്ക് റീചെക്ക് ചെയ്യേണ്ടി വന്നു. അതെല്ലാം കയറി ഡിക്കിക്കകത്തോട്ട് കയറി പെട്ടി എടുത്തോ. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി. ബ്രൈഡിൻ്റെ കാര്യം പറയാമെങ്കിൽ ആൾ മൊത്തത്തിൽ ഒരു വൈബിൻ്റെ ആളാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്തതും വൈബ് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ ഒത്തിരി പേരെ കോണ്ടാക്ട് ചെയ്തു, എനിക്കങ്ങോട്ട് വൈബ് മാച്ചായില്ല. എനിക്കിത് പെട്ടെന്ന് വന്നൊരു വർക്കായിരുന്നേ. അപ്പോൾ യൂഷ്വലി എല്ലാവരും നേരത്തെ ബുക്ക് ചെയ്യുമല്ലോ, പക്ഷേ ചില കേസിൽ ചില ആളുകൾ ലേറ്റായിട്ടായിരിക്കും ബുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും താമസിച്ച് ബുക്ക് ചെയ്തത് എനിക്കറിയത്തില്ല എന്താണെന്ന്. പിന്നെ ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പം ആൾ വൈബ് നോക്കിയിട്ടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്തത്. പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു പുള്ളിക്കാരിക്ക്. ആൾ നല്ല കമ്പനിയാണ്, എന്താ പറയുക, ഭയങ്കര കമ്പനിയും എന്നാൽ ഭയങ്കര ടെൻഷനും. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ടെൻഷനുള്ളൊരു, ഇപ്പോൾ കല്യാണ ദിവസമാണെങ്കിൽ ഓക്കെ, എൻഗേജ്മെൻറ്റിനൊന്നും ഇത്രയും ടെൻഷനൊന്നും ആർക്കും ഇല്ല. ഈവൻ കല്യാണത്തിന് പോലും ഇപ്പം ബ്രൈഡൊക്കെ ഭയങ്കര ചില്ലായിരിക്കും. പക്ഷെ നല്ല രസമായിരുന്നു, നല്ല രസമാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ. വെറൈറ്റി കോൺസെപ്റ്റുള്ള ഒരാളായിരുന്നു നമ്മുടെ ബ്രൈഡ്. എല്ലാ കാര്യത്തിലും മൊത്തത്തിലെ, അതായത് മേക്കപ്പിൻ്റെ കാര്യം തന്നെയല്ല, അല്ലാതെ ലൈഫിലെ കാര്യം എന്തെങ്കിലും ഡിഫറെൻറ്റ് കോൺസെപ്റ്റുള്ള ഒരാളായിരുന്നു. അപ്പോൾ കോൺസെപ്റ്റൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. പിന്നെ മേക്കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിലും യൂഷ്വലി ബ്രൈഡ്സ് പറയുന്ന ടൈപ്പ് കാര്യങ്ങളല്ല, ആ ഒരു കോൺസെപ്റ്റ് അല്ലായിരുന്നു ആൾക്ക് വേണ്ടത്. കുറച്ചുകൂടെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റായിരുന്നു എല്ലാം. ഈവൻ മേക്കപ്പ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ഒരു കോൺസെപ്റ്റായിരുന്നു വേണ്ടത്. എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു, ഇങ്ങനെ 2 സൈഡിലോട്ടും കിടക്കുന്ന നെറ്റിച്ചുട്ടി വേണം, അത് തന്നെ മസ്റ്റായിട്ടും വേണം. അതായിരുന്നു ഒരു ഡിമാൻഡ്. പക്ഷേ അത് ലാസ്റ്റ് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഒരു കൊലുസും നെറ്റിച്ചുട്ടിയും കൂടെ വെച്ച് അറ്റാച്ച് ചെയ്ത് എടുക്കുമായിരുന്നു. ഇതിനായിട്ട് വാങ്ങിച്ച കൊലുസായിരുന്നു കേട്ടോ. അപ്പം മാച്ചിങ് ആയിട്ട് ഒറ്റ കൊലുസേ അവിടെ ഉള്ളായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു കൊലുസ് വാങ്ങിച്ചു. തലേ ദിവസമാണ് ചെന്ന് വാങ്ങിക്കുന്നത്. പിന്നെ എന്നെ വർക്കിൻ്റെ അന്ന് രാവിലെ 5 മണിയായപ്പോൾ വിളിച്ചിട്ട് പറയുക, ചേച്ചി ഒരു വലിയ കമ്മലുണ്ടെങ്കിൽ എടുത്തോളാൻ. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, എല്ലാം അങ്ങിരിക്കുക. പിന്നെ അതുമല്ല സിൽവർ ജ്വല്ലറിയും കൂടെ ആയിരുന്നു. ഇപ്പോൾ ഗോൾഡൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കായിരുന്നു, പക്ഷേ സിൽവർ അധികം എൻ്റെ കയ്യിലില്ല. അതുമല്ല നമ്മൾ ജ്വല്ലറി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം പിന്നെ ചില കേസിൽ ബ്രൈഡിന് എമർജൻസി ആണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ച് കൊടുക്കാറുണ്ട്. അതങ്ങനെ റെൻറ്റിനോ കാര്യമായിട്ട് അങ്ങനൊന്നും അല്ല, ജസ്റ്റ് എൻ്റെ കയ്യിലുള്ളത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം വർക്ക് ചെയ്യുമ്പം ഇത് തന്നെ എടുത്തത് ഭാഗ്യം. അപ്പം റീലിടാനുള്ളതും എടുക്കണ്ടേ, അപ്പോൾ എല്ലാം കൂടെ ഒന്നും പറ്റത്തില്ല. റീലിനുള്ളത് തന്നെ എടുക്കാനുള്ള ടൈം കിട്ടാറില്ല. അപ്പം അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കൊരു 11:30 ഒക്കെ ആയി കേട്ടോ. അത്യാവശ്യം ലേറ്റ് ആയായിരുന്നു. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞായിരുന്നു കഴിച്ചിട്ട് പോകാനും. 8 മണി ആയപ്പോൾ തൊട്ട് ഞങ്ങളോട് പറയുന്നുണ്ട് കഴിക്കാനും. പക്ഷേ വർക്കിൻ്റെ ഇടയിൽ കഴിച്ചാൽ ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് വർക്ക് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ എനിക്ക് വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ടൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഫുഡ് കഴിച്ചു. ഇപ്പം ഞാൻ കുറച്ച് ചായ എടുത്ത് അതൊന്ന് ഇരുന്ന് കുടിക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പം വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഫ്രീയാണ്. ഇനിയിപ്പം എന്താ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വല്ല സിനിമയും കാണണം.
പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളോട് പോകാനാവുന്ന പറഞ്ഞതാണ്. പക്ഷേ എനിക്കെന്തോ വർക്ക് കഴിഞ്ഞ് ആ ഒരു ഇതിൽ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള മൂഡിലായിരിക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ യൂഷ്വലി എപ്പോഴും വീട്ടിൽ വന്നാണ് കഴിക്കുന്നത്. അപ്പം കുറച്ച് ലേറ്റ് ആകും, എന്നാലും എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് വർക്ക് കഴിഞ്ഞെന്തോ പെട്ടെന്ന് അങ്ങനെ കഴിക്കാൻ തോന്നാറില്ല. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. അപ്പോൾ ഇനി കുറച്ച് നേരം എന്തായാലും ഫ്രീ ആയിട്ട് ഇരിക്കുക. പിന്നെന്താ, ഇന്നങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ, അതൊക്കെ ഉള്ളൂ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റ് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എന്തായാലും കിടക്കാൻ ഉദ്ദേശമില്ല, കാരണം കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും. പിന്നെ രാത്രി കിടക്കാനോ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ പകൽ കിടക്കാതെ രാത്രി കുറച്ച് നേരത്തെ അങ്ങ് ഉറങ്ങാമല്ലോ എന്ന് വിചാരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു പ്ലാന്. ഇനി അറിയത്തില്ല എന്തുമായി തീരുമെന്ന്. അപ്പോൾ ഞാൻ ഓർത്തും കുറച്ച് നോട്ട്സ് എഴുതാനല്ല, കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. കാരണം ഞാൻ സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് 2-3 പേർക്ക് എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പം സെൽഫ് മേക്കപ്പാണ്, അല്ലാതെ ബ്രൈഡൽ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. കാരണം എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് സർട്ടിഫിക്കറ്റ് തരാനൊന്നും പറ്റത്തില്ല. അപ്പം അവർ പറഞ്ഞു അവർക്ക് പേഴ്സണൽ യൂസിന് അപ്പം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവർ കുറച്ച് പേരോടൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ആരും അങ്ങനെ ചെയ്ത് കൊടുത്തില്ല. അപ്പം അങ്ങനെ ലാസ്റ്റിൽ അവർ എൻ്റെ അടുക്ക ചോദിച്ചപ്പം ഈ കാര്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഓക്കെ ആയിരുന്നു. അപ്പം ഒരാൾക്ക് അടുത്ത ആഴ്ച തുടങ്ങത്തതേ ഉള്ളൂ, ഒരാൾക്ക് നമ്മൾ ജസ്റ്റ് തുടങ്ങി. അപ്പം നമ്മൾ ഇപ്പോൾ പേഴ്സണൽ യൂസിനാകുമ്പോൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുമല്ലോ, അവർക്ക് കസ്റ്റമൈസ് ചെയ്ത രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഓയിലി സ്കിന്നാണെങ്കിൽ അപ്പോൾ അവരുടെ ഓയിലി സ്കിന്നിന് മാത്രം പറ്റിയ പ്രൊഡക്റ്റ് കാര്യങ്ങൾ, അവരുടെ സ്കിൻ എങ്ങനെ പ്രിപ്പ് ചെയ്യാം, അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പം അത്രയുമായിട്ട് നമ്മളെല്ലാം എഴുതി വെച്ച് നോട്ട് ചെയ്തെല്ലാം വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അതനുസരിച്ച് ഫോളോ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് എഴുതി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇല്ലേ ഉഴപ്പിയാൽ കാര്യങ്ങൾ നടക്കത്തില്ല. ഇപ്പം ആകുമ്പോൾ കയ്യോടങ്ങ് എഴുതി വെച്ചാലേ കുഴപ്പമില്ല. അപ്പം അത് എഴുതും, അതെല്ലാം നോക്കി എല്ലാം ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം അറേഞ്ച് ചെയ്യണം. പിന്നെന്തുവാ, ഇപ്പം നിലവിൽ അതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് വൈകിട്ടാകും. വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇതൊക്കെ തന്നെ. അപ്പം ഞാൻ എന്തായാലും അത് എഴുതട്ടെ. ഞാൻ കുറച്ച് നേരം പിന്നെ നോട്ടൊക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് വൈകിട്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, അടുത്ത വീഡിയോയിൽ ഞാൻ ഈ റൂം അല്ലാതെ വെളിവശമൊക്കെ കാണിക്കുമെന്ന്. അത് ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇന്നത്തെ ഞാൻ നിങ്ങളെ ഏതെല്ലാം സ്ഥലത്ത് കൊണ്ടുപോയി ഈ ഒരു ചെറിയ വ്ളോഗിൽ തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ സന്ധ്യയൊക്കെ ആയായിരുന്നു. അപ്പോഴത്തേക്ക്
അപ്പം കുറച്ച് നേരം സിറ്റ് ഔട്ടിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ടൊന്ന് പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടം കൊണ്ട് വ്ളോഗ് നിർത്തുക. ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു വ്ളോഗായിരുന്നല്ലേ. ഞാൻ എഡിറ്റ് ചെയ്യാനെടുത്തപ്പോൾ 30 മിനിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്തെല്ലാം വന്നപ്പോൾ 10 മിനിറ്റിൽ തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതെനിക്കൊന്ന് കുഞ്ഞു വ്ളോഗായിരുന്നല്ലേ. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.